കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സൗദയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഈ ഒരു സത്സംഗത്തിലൂടെ ഒന്നിച്ചു ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്ന് കുചേല ദിനമാണ്. എല്ലാവരും കുചേലവൃത്തം കഥയൊക്കെ അനുസ്മരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നാരായണീയം അറിയുന്നവരാണെങ്കിൽ 87ാമത്തെ ദശകം ചൊല്ലി നമസ്കരിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആയാലും അനുസ്മരിക്കാം. ഒന്നുമില്ലെങ്കിലും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ സുദാമാവിനെ കുറിച്ച് കുറച്ചു നേരം ചിന്തിച്ചിരുന്നാൽ പോലും ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും അതിനൊക്കെ സാധ്യമാവട്ടെ. ഗുരുവായൂരപ്പൻ അതൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. അപ്പോൾ ഇന്ന് ചോദ്യോത്തരങ്ങളാണ്. കാരണം ഒരുപാട് ദിവസമായി ഞാൻ ചോദ്യോത്തരം ഒന്നും എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് എന്ന് കുറേ പേര് താഴെ കമൻ്റായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജായിട്ടും അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ചോദ്യോത്തരം എത്താൻ ഇത്രയും നേരം വൈകുന്നത്. അതായത് നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ആ ഒരു സമയത്തേക്ക് എൻ്റെ 2-3 ദിവസത്തെ വീഡിയോ മുന്നേ കൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വൈകിപ്പോയത്. എല്ലാവരും ക്ഷമിക്കൂ. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം കീർത്തി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ദീർഘസുമംഗലിയാവാൻ നാരായണീയത്തിൽ ഏത് ദശകമാണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദ്യം. നാരായണീയത്തിലെ 78, 79 ദശകങ്ങൾ രുക്മിണി സ്വയംവരമാണ്. രുക്മിണി പ്രണയ കലഹവും കൂടി ആ ഒരു ദശകത്തിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ചൊല്ലി നമസ്കരിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതായിട്ട് അംബിക എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. കുടുംബദോഷം മാറാൻ എന്ത് ചെയ്യണം? കുടുംബദോഷം കാരണം ചേച്ചിയുടെ മകൾക്ക് ജോലിയുമായിട്ടില്ല, വിവാഹവും ശരിയാവുന്നില്ല, 28 വയസ്സായി എന്നും. അംബിക ചേച്ചി ഓൾറെഡി മാരീഡ് അല്ല. അപ്പോൾ എല്ലാം കുടുംബദോഷങ്ങൾ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആമമോതിരം ധരിക്കുന്നതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ, അതെന്താണ് നോക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആമമോതിരം ഇപ്പോൾ പൊതുവേ എല്ലാവരും ഫാഷനബിളായിട്ട് ഫാഷൻ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഫാഷൻ്റെ ഒരു ഭാഗമായിട്ട് ധരിക്കുന്നവരുണ്ട്. അവരതിൻ്റെ നിയമാവശങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ധരിക്കുന്നത് നമുക്കറിയില്ല. കൂർമ്മമോതിരം, കൂർമ്മം ഭഗവാന്റെ കൂർമാവതാരം, കൂർമ്മ ബുദ്ധി ഉണ്ടാവാൻ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂർമ്മം എന്ന് പറയുന്ന ആമ എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് പോയാൽ പോലും എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് കാണിക്കുന്നതുമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഫാഷനായിട്ട് ധരിക്കുന്ന സാധാരണ ഫാൻസി കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മോതിരം ഫാഷനായിട്ട് ധരിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നണില്ല എനിക്ക്. ഇനി അതിലെന്തെങ്കിലും ജന്മനക്ഷത്ര കല്ലുകളൊക്കെ പിടിപ്പിച്ചതാണെങ്കിൽ അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അംബിക ചേച്ചിക്ക് ഉപകാരപ്പെടട്ടെ. ഇനി അടുത്തതായിട്ട് അംബിക ചേച്ചി ചോദിച്ചിരിക്കുന്നത് കുടുംബദോഷം മാറാനാണ്. കുടുംബദോഷം എന്നില്ല, സർവ്വവിധ ദോഷങ്ങൾ മാറാനും നാരായണനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കറിയാവുന്ന മാർഗം എന്ന് പറയുന്നത്. അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കാം. നാരായണീയത്തിലൂടെ ആവാം, ഭഗവത്ഗീതയിലൂടെ ആവാം, ഭാഗവതത്തിലൂടെ ആകാം, നാമം ജപിക്കുന്നതിലൂടെ ആവാം. അതല്ലെങ്കിൽ നാമത്തിൽ തന്നെ അനേകം തരത്തിലുള്ള നാമങ്ങളുണ്ട്. ഏത് നാമം വേണമെങ്കിലും ഭക്തന് തിരഞ്ഞെടുക്കാം. നമസ്കരിക്കുന്നതിലൂടെ ആവാം. ഇതിലേത് മാർഗം സ്വീകരിച്ചാലും നമ്മിൽ വന്ന് ചേർന്നിരിക്കുന്ന സർവ പാപ വിനാശകനാണ് ഭഗവാൻ. സർവ ദുഃഖവിനാശന, സർവ സൗഖ്യപ്രദായക എന്നൊക്കെയല്ലേ നമ്മൾ എന്നും പറയാറുള്ളത്. സർവ രോഗവിനാശന, സർവ പാപവിനാശന, സർവ ദുഃഖവിനാശന, സർവ സൗഖ്യപ്രദായക എന്നല്ലേ എന്നും പറയാറുള്ളത്. ഇതെല്ലാം ഭഗവാന് വിട്ടുകൊടുക്കൂ, നാമം ജപിച്ചോളൂ. ഇനി ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഇതൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. നാരായണ 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 എന്നിങ്ങനെ ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് മതി. സർവ പാപങ്ങളിൽ നിന്നും, സർവ ദോഷങ്ങളിൽ നിന്നും, സർവ ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കരകയറാൻ മറ്റൊരു മാർഗവും ഈ കലികാലത്ത് ആവശ്യമില്ല എന്ന് തന്നെയാണ് ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നാമം ജപിച്ചോളൂ. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഭഗവാന്റെ അടുത്തുണ്ട്. അടുത്തതായിട്ട്
ശ്രീലത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ശയനപ്രദക്ഷിണം ചെയ്യുന്നതിന് മുൻപും ശേഷവും കുളത്തിൽ വന്ന് കുളിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന്. ഒരു കുഴപ്പമില്ല. ശയനപ്രദക്ഷിണത്തിന് മുൻപും ശയനപ്രദക്ഷിണത്തിന് ശേഷവും കുളിക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. ശയനപ്രദക്ഷിണം കഴിഞ്ഞ് ഉടനെ കുളിച്ചാൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയാറുണ്ട്. വേർപ്പോട് കൂടിയിട്ട് അപ്പം തന്നെ തല നനച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചൊരു വിശ്രമിച്ചതിന് ശേഷം കുളിക്കണം എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ 2 തവണയും കുളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അടുത്തതായിട്ട് ദീല എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ദീല എസ് എന്നല്ല കേട്ടോ, ഡീൽസ് ആണ്, പക്ഷെ സ്പെല്ലിങ് വേറെയാണ്. പേരറിയാത്ത ഭക്തയാണ് എന്ന് പറയാം. നമസ്തേ സവിത. മക്കൾ ഇപ്പോഴുള്ള കൂട്ടുകെട്ടുകൾ പോകാതിരിക്കാനും നല്ല രീതിയിൽ വളരാനും നമുക്ക് എന്ത് മന്ത്രങ്ങൾ ചൊല്ലാം, ഏതൊക്കെ വഴിപാടുകൾ ചെയ്യാം എന്നൊന്ന് പറഞ്ഞു തരുമോ? ഇതിനെല്ലാം ഭഗവാനെ നമ്മൾ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇപ്പോഴുള്ള കൂട്ടുകെട്ട് മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുന്ന ഒരു ജനറേഷൻ അല്ല അടുത്തത്. അപ്പോൾ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും ചെറുപ്പകാലം മുതൽ കുട്ടികളിൽ വിശ്വാസം ഏതൊക്കെ തരത്തിൽ വളർത്തിയെടുക്കാം ആ തരത്തിലൊക്കെ. ഇപ്പോൾ നോക്കൂ, ഒരു 2ാം ക്ലാസ്സുകാരിയോട് പറയേണ്ടത് അവൾക്ക് നല്ല ഭംഗിയുള്ളൊരു പെൻസിലോ റബ്ബറോ കണ്ടു കഴിഞ്ഞാൽ അത് ആവശ്യമാണ് തോന്നും, അത് വേണം എന്ന് തോന്നും. അപ്പോൾ ഉടനെ പോയി പാരൻസ് മേടിച്ചു കൊടുക്കും അതിന് പകരം. കാരണം അത് വളരെ തുച്ഛമായ എമൗണ്ട് കൊടുത്താൽ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. അഫോർഡബിൾ ആണ്, ഏത് പാരൻസിനും അഫോർഡബിൾ ആണ്. അതുകൊണ്ടാണ് ആ ഉദാഹരണം പറയുന്നത്. അപ്പം എന്താ, എൻ്റെ കുട്ടി അത് ആഗ്രഹിച്ചു, നമ്മളത് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെയല്ല. ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞു നോക്കൂ, നിനക്കിത് വേണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ, പക്ഷെ എന്താ ചെയ്യുക, അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, ഇത് വാങ്ങണ്ടേ, നമുക്ക് അത്യാവശ്യമല്ലേ, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഉണ്ണികൃഷ്ണനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഉണ്ണികൃഷ്ണ, എനിക്ക് ഇങ്ങനെ ഒരു മോഹം തോന്നുന്നുണ്ട് പറഞ്ഞൊന്ന് നമസ്കരിച്ചു നോക്കൂ, ഉണ്ണികൃഷ്ണൻ നേരെയാക്കി തരും എന്ന് പറയാം. ഈ കുട്ടി അത് ചെയ്യാൻ തയ്യാറായി എന്ന് വിചാരിക്കുക, അവനത് വാങ്ങിക്കൊടുക്കുക. അപ്പം എന്താ ഉണ്ടാവുക, ആ കുട്ടിയുടെ ഉള്ളിലൊരു ഒരു ഹോപ്പ് നമ്മൾ കൊടുക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ എല്ലാം നേരെയാവുന്ന. ക്രമേണ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും ആദ്യം അവൻ ഭഗവാനെ സമീപിക്കുന്നുണ്ടാവുക. കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ, അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും ഈ ഭഗവാനോടുള്ള പ്രാർത്ഥനയും സംസാരവും നമസ്കാരവും ഒക്കെ. അതോടെ എന്താണെന്നറിയോ, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഉണ്ണികൃഷ്ണൻ എനിക്കുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ. ഇതൊക്കെ ഏതാണ്ട് 15 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതാണ്. ഇപ്പം ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ കുട്ടികൾ ഈ 15 വയസ്സിനൊക്കെ മേലെയായിരിക്കും അല്ലേ. അതുകൊണ്ടായിരിക്കും ഇപ്പോഴുള്ള കൂട്ടുകെട്ട് മാറാൻ എന്നുള്ള ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുമോ ചോദിച്ചാൽ കുറച്ച് പരിതാപകരം തന്നെയാണ് സാഹചര്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ ആ ഒരു കുഞ്ഞുണ്ണികൃഷ്ണനോട് പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഉണ്ണികൃഷ്ണനോട് പറയാ, ഉണ്ണികൃഷ്ണ, എൻ്റെ ഉണ്ണിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ നേരെയാക്കാൻ അങ്ങല്ലാതെ മറ്റാരും വിചാരിച്ചാൽ സാധ്യമല്ല എന്ന് പറയുക. നാരായണീയത്തിലെ ബാലലീലകൾ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ. മക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഗൗരി ശ്രീയ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മോളെ അഹസ് ചെയ്ത് അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊന്ന് പറയാമോ എന്ന്. പോകാൻ പറ്റിയില്ലെങ്കിലും അന്നത്തെ ദിവസം ആ വഴിപാട് നിങ്ങളുടെ പേരിൽ ഇവിടെ നടന്നിരിക്കും. എന്നാൽ അതിൻ്റെ പ്രസാദം പിറ്റേ ദിവസം രാവിലെ വരെ കിട്ടുള്ളൂ കേട്ടോ. ഏതെങ്കിലും ദിവസം വന്നു കഴിഞ്ഞാൽ കിട്ടില്ല എന്നർത്ഥം. അതായത് ഇപ്പോൾ ഇന്ന് 17-ാം തീയതി അല്ലേ, അടുത്ത 17-ാം തീയതി വന്നാൽ ഈ കഴിഞ്ഞ 17-ാം തീയതിയിലത്തെ തരുമോ എന്ന് ചോദിച്ചാൽ അവർ തരില്ല പറയും. അപ്പോൾ പ്രസാദങ്ങൾ ലഭിക്കാൻ ബുദ്ധിമുട്ടാവും. എന്നാലും നിങ്ങളുടെ പേരിൽ ആ വഴിപാട് ഇവിടെ നടക്കാതിരിക്കില്ല കേട്ടോ. അടുത്തതായിട്ട് ജിജി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നാരായണീയം വായിക്കുമ്പോൾ ശുദ്ധം നോക്കണം എന്ന് പറഞ്ഞല്ലോ, നോണൊന്നും കഴിക്കാറില്ല, പുലർച്ചെ 3:50 ആവുമ്പോൾ കുളിച്ച് ശുദ്ധിയായി നാരായണീയം വായിക്കാറുണ്ട്. പകൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദശകം 8-ലെ അവസാനത്തെ ശ്ലോകം എപ്പോഴും ചൊല്ലി പോകുന്നുണ്ട്. അതെന്തെങ്കിലും പ്രശ്നമാണോ? മറുപടി തരണേ. അപ്പോൾ ശുദ്ധം ഉണ്ടാവില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നാമസങ്കീർത്തനങ്ങളെല്ലാം അറിയാതെ നാവിൽ വരിക എന്ന് പറഞ്ഞാൽ അത് പുണ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് അതിൽ ഒരു തെറ്റും ഇല്ലാന്ന് തന്നെ 100-ൽ 110% പറയാൻ സാധിക്കും. എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു ഏട്ടൻ
ഉറക്കത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാറുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് കേട്ടോ. അവകാശപ്പെടുന്നതല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹം ഉറക്കത്തിലെ സ്വപ്നത്തിലൊക്കെ ലളിതാ സഹസ്രനാമം ഇങ്ങനെ അറിയാതെ ചൊല്ലിപ്പോകുന്നതാണ്. അപ്പോൾ ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു എന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു അങ്ങനെയൊക്കെ പറ്റുമോ? ഉറക്കത്തിൽ ലളിതാ സഹസ്രനാമം ചൊല്ലി. അദ്ദേഹത്തിൻ്റെ ഉപാസനയാണ് കേട്ടോ, ഭഗവതി ഉപാസകനാണ് അദ്ദേഹം. ആദിപരാശക്തിയുടെ ഉപാസകനായ അദ്ദേഹം ലളിതാ സഹസ്രനാമം കൊണ്ടാണ് എപ്പോഴും ഉപാസന ചെയ്യാറുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, എൻ്റെ ഭഗവതി അമ്മയുണ്ടല്ലോ, എൻ്റെ ഭഗവതി അമ്മയ്ക്ക് 6 അടിയിലധികം പൊക്കമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ചുവന്ന പട്ട് സാരി ഉടുത്തിട്ടുണ്ട്. ആ ഭഗവതിയുടെ ഒരു രൂപവർണ്ണനയില്ലേ, അദ്ദേഹം ചെയ്യുന്നത് കേൾക്കണം കേട്ടോ. ആ വിരിഞ്ഞ കണ്ണുകളെക്കുറിച്ചും അഴിഞ്ഞ കേശഭാരത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ആട്ടെ ഏട്ടൻ എങ്ങനെയാ അറിയുക ഇതൊക്കെ? ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് കുട്ടി എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ ആദിപരാശക്തി കണ്ടു, ഞാൻ കണ്ടു. എൻ്റെ ഞാൻ കിടന്നുറങ്ങുന്ന അറയുടെ വാതിലിൻ്റെ പുറത്തായിട്ട് വന്ന് നിന്നിട്ട് ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് ഹൈറ്റ് വളരെ കൂടുതലാണ്, അപ്പം അമ്മയ്ക്ക് താഴ്ന്നാലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭഗവതി അമ്മയുടെ രൂപവർണ്ണന അദ്ദേഹം ചെയ്യുന്നത് കേൾക്കുമ്പോൾ നല്ല രസം തോന്നി കേട്ടോ കേൾക്കാൻ. പക്ഷെ ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അദ്ദേഹം ഇത് പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താ? എൻ്റെ ഭഗവതി എന്നാണ്. അപ്പം എൻ്റെ ഭഗവതി എന്ന് അത്രയും ചിന്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു സ്വപ്നത്തിലൊക്കെ ഭഗവതി അമ്മ വരാൻ സാധ്യത ഉണ്ടല്ലേ? അപ്പോൾ ഇതൊക്കെ പുണ്യം ചെയ്ത ആത്മാക്കൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നും ഒട്ടും വിഷമം വിചാരിക്കണ്ട. അടുത്തതായിട്ട് അനില കെ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ ചാനൽ കാണാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. എൻ്റെ ഹസ്ബൻഡ് വളരെ പാവവും സ്നേഹസമ്പന്നനുമാണ്. പക്ഷേ ദേഷ്യം, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരും. അപ്പോൾ എത്ര ആളുകളുണ്ടെങ്കിലും എന്നെ വഴക്ക് പറയും. ഞാൻ പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്നോ ഡിവോഴ്സ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ചെറിയ കാര്യത്തിന് വരെ വളരെയധികം വിഷമിപ്പിക്കുന്ന സ്വഭാവം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഒട്ടും വിഷമിക്കണ്ടെന്നേ, അദ്ദേഹം പാവമാണ് എന്നും അദ്ദേഹം സ്നേഹസമ്പന്നനാണ് എന്നും ഒക്കെ തന്നെയാണ് അമ്മയ്ക്ക് തോന്നുന്നത്. എനിക്ക് അമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രായം കൊണ്ടല്ല കേട്ടോ, അമ്മയ്ക്ക് തോന്നുന്നത്. എന്നിട്ടും അദ്ദേഹത്തിനോട് ഒരു നീരസം വരുന്നു, ഒരു മുഷിച്ചിൽ തോന്നുന്നു. ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നമുക്കുണ്ടല്ലോ, നമുക്കുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും എപ്പോഴും എല്ലായിടത്തും പ്രകടിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ചില കാര്യങ്ങൾ, ഇപ്പോൾ വാത്സല്യം തോന്നിയാൽ അത് മക്കളോടാണ് കാണിക്കുക അല്ലേ? ബഹുമാനം തോന്നിയാൽ ഗുരുക്കന്മാരോടാണ് കാണിക്കുക. അതുപോലെ ഓരോ വികാരങ്ങൾ കാണിക്കാൻ ഇന്ന 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 ആൾക്കാരെന്ന് ഉണ്ട് ജീവിതത്തിൽ അല്ലേ? ഈ ദേഷ്യം വന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കപ്പെടേണ്ട ഒരു വികാരമാണ് എന്നാണ് പറയുക ദേഷ്യം. പക്ഷെ മിക്കവാറും ആൾക്കാർ മറച്ചു വെക്കില്ല, കണ്ടവരോട് മുഴുവൻ ദേഷ്യപ്പെടും ഇല്ലേ? പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്യണേ? ഇദ്ദേഹം അമ്മയോട് മാത്രമാണ് ദേഷ്യപ്പെടുന്നത്. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ അമ്മയാണ്. അതുകൊണ്ടാണത് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കൂട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നാളെ ഇപ്പം മനുവേട്ടനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് കരയുക ചെയ്യും. ഈ പറഞ്ഞതൊക്കെ എനിക്കും തോന്നും, ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് അമ്മയ്ക്കുള്ള സ്ഥിതിക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തിൻ്റെ ശുണ്ഠി മാറി നല്ലവനാവാനായിട്ട് കേട്ടോ. അതിനായിട്ട് 65-ാമത്തെ ദശകം മുതൽ 69-ാമത്തെ ദശകം വരെ നാരായണീയത്തിലെ 5 ദശകം എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിച്ചോളൂ, ദാമ്പത്യകലഹം മാറാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരസ്പരം അത്രയും വിശ്വാസവും ബഹുമാനവും സ്നേഹവും ഉണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ ദൃഢത ഓരോ ദിവസം കഴിയും തോറും കൂടി വരുള്ളൂ. അപ്പോൾ ഇതിൽ ചില ഘടകങ്ങൾ ചിലരിൽ കാണില്ല. ഈ വിശ്വാസം എന്നത് ചിലരിൽ ഉണ്ടാവില്ല, എന്നാൽ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാവും. ചിലർക്ക് ബഹുമാനം ഉണ്ടാവില്ല, സ്നേഹവും വിശ്വാസമൊക്കെ ഉണ്ടാവും. ചിലർക്ക് സ്നേഹം ഉണ്ടാവില്ല, സ്നേഹമില്ലാതെ ഇത് രണ്ടുണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പോകുന്ന ദാമ്പത്യം ഉണ്ടാവാൻ അത് ഭഗവാൻ അനുഗ്രഹിച്ചാലേ നമുക്ക് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഭഗവാൻ അനുഗ്രഹിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. 65 മുതൽ 69 വരെയുള്ള ദശകങ്ങൾ മുടങ്ങാതെ ചൊല്ലി നമസ്കരിച്ചോളൂ കേട്ടോ. അടുത്തതായിട്ട്
അതുൽ പി നാഥിൻ്റെ ചോദ്യമാണ്, ചേച്ചി മറ്റുള്ളവർ നമ്മളെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുക കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫീലിങ്സ് ആവുന്നുണ്ട്. ഭഗവാനെ കൂടുതൽ അറിയും തോറും നമ്മുടെ മൈൻഡ് സോഫ്റ്റ് ആവുമോ? വെണ്ണ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മൈൻഡാണോ ഭഗവാൻ പെട്ടെന്ന് കവരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ ഭഗവാനെ ഇങ്ങനെ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ ആചാര്യൻ്റെ ഒരു വാക്ക് കടമെടുക്കുകയാണ് കേട്ടോ. തോട്ടം ഹരികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഞാൻ കടമെടുക്കുന്നത്. അദ്ദേഹത്തിന് ആ നമ്മൾ ഇതിനെ സ്നേഹിക്കും തോറും അദ്ദേഹത്തിൽ വരുന്ന ഒരു ഭാവമുണ്ട് അത്രേ. ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റെയാണ് എന്നൊരു ഭാവം വരും അത്രേ. അപ്പം ആ എൻ്റെയാണ് എന്ന ഭാവം അദ്ദേഹത്തിന് വരാൻ നമ്മൾ കുറച്ചധികം കഷ്ടപ്പെടാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം കേട്ടോ. സോഫ്റ്റ് ആക്കുക എന്നുള്ളതല്ല, മനസ്സിനെ ശുദ്ധമാക്കുക എന്നുള്ളതാണ്. സോഫ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാർ കളിയാക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടുക എന്നൊക്കെ പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സ് ഉള്ള ആളുകൾക്ക് തന്നെയാണ് അങ്ങനെ സംഭവിക്കുക. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കെൻ്റെ കൃഷ്ണനുണ്ട് എന്നൊരു തോന്നലുണ്ടല്ലോ, അത് സോഫ്റ്റ് ആവലല്ല, അത് ഭഗവാനോടുള്ള അടുപ്പം വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുക, അതല്ലാതെ വരില്ല കേട്ടോ. അപ്പോൾ ഭഗവാനോടുള്ള അടുപ്പം കൂടാൻ ഏറ്റവും നല്ലത്, ആര് പരിഹസിക്കുകയാണെങ്കിലും അവരെ നോക്കി വിളിക്കൊന്ന് ചിരിച്ചോളൂ, നാമം ജപിച്ചോളൂ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാൻ തന്നെ അതൊക്കെ തെറ്റിക്കാറുണ്ട്, അതില്ല എന്നൊന്നും പറയണില്ല കേട്ടോ. പക്ഷെ എന്നാലും പറയുകയാണ്, എനിക്ക് കുറേയൊക്കെ ധൈര്യം ഭഗവാൻ അങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പണ്ട് ഡിവോട്ടീസിലുള്ള സമയത്ത് ആ ഡിവോട്ടീസിലെ തുടക്ക കാലത്തായിരുന്നു എനിക്ക് ട്രോൾ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ട്രോൾ വീഡിയോ കണ്ടപ്പോൾ വല്ലാതെ മനസ്സങ്ങിട്ട് മരവിക്കുക പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽക്കൂടെയൊക്കെ കടന്നുപോയി. അവിടെ നിന്നൊക്കെ തരണം ചെയ്ത് പിടിച്ച് കൊണ്ടുവന്നതാണ് എന്നെ ഭഗവാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആ ഭഗവാൻ ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് പിന്നെ ഈ ട്രോൾ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 6 മാസം 7 മാസം 8 മാസമൊക്കെ കഴിയുമ്പോഴും എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിലെ പല ആളുകളും എനിക്കിത് അയച്ചു തരും. ഇത് കണ്ടിരുന്നുവോ ചോദിച്ചിട്ട് ഇതിങ്ങനെ അയച്ചു തരാം. ആദ്യമൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ എന്താ പറയുക ഒരു ആൾക്കൂട്ടത്തിൽ നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാതെ പോയാലുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത്ര വിഷമമുണ്ടായിരുന്നു. പിന്നെ ഇത് അയക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതിലത്തെ കമൻറ്റ് സെക്ഷൻ നോക്കൂ, ഫസ്റ്റ് കമൻറ്റ് ചിലപ്പോൾ എൻ്റെ ആയിരിക്കും എന്ന്. അത്രയും ഞാൻ അതിലേക്ക് അവർക്ക് അങ്ങനെയാണോ പറയാൻ തോന്നണേ, പറയട്ടെ എന്ന് ആ രീതിയിലേക്ക് എന്നെ മാറ്റിയെടുത്തത് എൻ്റെ ഗുരുവായൂരപ്പനാണ്. ആരെന്ത് പറഞ്ഞാലും അത് എന്നെ ബാധിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. എനിക്കതിനെ നിരത്താൻ അനേകം വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് എനിക്ക് ധൈര്യമുള്ളപ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കണേ? അപ്പോൾ സോഫ്റ്റായ മനസ്സല്ല ഭഗവാൻ കവർന്നെടുക്കുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള മനസ്സ് തന്നെയാണ് ഭഗവാൻ കവർന്നെടുക്കുന്നത്. പക്ഷെ ശുദ്ധമായ മനസ്സായിരിക്കണം. അവർ നശിച്ചു പോകട്ടെ, ഇവർ നശിച്ചു പോകട്ടെ, അവർക്ക് ഉയർച്ച ഉണ്ടാവരുത്, ഇവർക്ക് താഴ്ച ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ വിചാരിക്കാതെ നമ്മളിലേക്ക്, നമ്മളുടെ ആത്മാവിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ ഭഗവാനെ വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ എടുത്തങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൂടുതലായിട്ട് സാധിക്കട്ടെ അതുലിന്. നാമജപത്തിലൂടെയും സത്സംഗത്തിലൂടെയും ഒക്കെയാണ് അത് സാധ്യമാവുക. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അടുത്തതായിട്ട്, നമസ്കാരം സവിത, ഗുരുവായൂർ ഏത് ഷോപ്പിലാണ് ഗുരുവായൂരപ്പൻ്റെ സ്വർണത്തിൻ്റെ ലോക്കറ്റ് കിട്ടുക എന്നൊന്ന് പറയാമോ? അതായത് സ്വർണത്തിൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, പക്ഷേ മറന്നുപോയി. സ്വർണം കെട്ടിയ ലോക്കറ്റ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതേതാ ഉദ്ദേശിച്ചത്? ഈ പച്ച, നീല, ചുവപ്പ് അങ്ങനെ കളറിലോട് കൂടിയിട്ടുള്ളതാണോ? അതിവിടെ 2 തരത്തിലൊക്കെ കിട്ടും. സ്വർണ്ണക്കടയിൽ നിന്നും കിട്ടും, അതല്ലെങ്കിൽ ഇവിടെ ഒരു എൻ അയ്യപ്പൻ നായർ ആൻഡ് സൺസ് എന്നുള്ളൊരു സ്റ്റോറുണ്ട്, അവിടെയും കിട്ടും. അതല്ലാതെ സ്വർണത്തിൻ്റെ ലോക്കറ്റ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ കിട്ടുക. അടുത്തതായിട്ട് ലളിതാംബിക എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. നമസ്കാരം സവിത, സവിതയോട് ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ട്, പക്ഷെ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. സവിതയുടെ വീഡിയോ ദിവസവും കാണാറുണ്ട്, ചിലപ്പോൾ എനിക്ക് വേണ്ട ഉത്തരവും കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെടാം, അതേ നിവർത്തിയുള്ളൂ. സവിത പറഞ്ഞതുപോലെ പ്രാർത്ഥനയുടെ രീതി വ്യത്യാസം കൊണ്ടായിരിക്കാം എനിക്ക് ഫലം കിട്ടാത്തത്. അതോ റെക്കമെൻഡേഷൻ്റെ കുറവുണ്ടോ? എന്തായാലും അനുഭവിക്കുക തന്നെ. കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാം ഉണ്ണിയുടെ ഇഷ്ടത്തിന് വിടുന്നു. എന്തിനേയും നേരിടാനുള്ള കരുത്ത് കൂടി തരണേ എന്നാണ്.
ലളിതാംബിക ചേച്ചി, എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് അറിയിക്കേണ്ടത്. ഇതിലൂടെയാണ് ഞാൻ ഉത്തരം പറയാറുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ. ഈ ഒരു ചോദ്യം എൻ്റെ കണ്ണിൽ പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റെക്കമെൻഡേഷൻ്റെയും ആവശ്യമില്ല എന്ന്. റെക്കമെൻഡേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ റെക്കമെൻഡേഷനൊക്കെ ഇത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ് എന്ന്. പക്ഷേ അത് രാധാദേവിയുടെ റെക്കമെൻഡേഷൻ എന്നാട്ടോ ഞാൻ പറഞ്ഞത്. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും മേലെയാണ് എന്നൊന്നും കേട്ടോ. കാരണം ഗുരുവായൂരപ്പനെ നമ്മളെല്ലാവരും സകാമമായിട്ടാണ് വിളിക്കുന്നത്. എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്ക് മറ്റേത് വേണം, എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള അനേകം ആവശ്യങ്ങൾ കൊണ്ടാണല്ലോ നമ്മൾ ഭഗവാനെ സമീപിക്കാറുള്ളത്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ കൊണ്ട് സമീപിക്കുന്ന എല്ലാവരും സകാമന്മാരാണ്. അപ്പോൾ ഭഗവാനോട് നിഷ്കാമമായിട്ട് നിഷ്കളങ്കമായിട്ട് സ്നേഹിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയാൻ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അവരെ കണ്ടെത്താനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ റെക്കമെൻഡേഷൻ്റെ കാര്യം ഒന്നുമില്ല. പ്രാർത്ഥനയുടെ രീതി എന്ന് പറഞ്ഞു, ഏത് രീതിയിലും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാം, ഏത് രീതിയിലും നമുക്ക് ഭഗവാനെ സമീപിക്കാം. അതിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. ഭഗവാൻ നമ്മുടെയാണ്, നമ്മുടെ സ്വന്തമാണ് ഉണ്ണികൃഷ്ണൻ. ഈ സ്വന്തമായിട്ടുള്ള ഉണ്ണികൃഷ്ണന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മളോട് എന്തൊക്കെ ചെയ്യും, നമ്മളോട് എന്തൊക്കെ ചെയ്യില്ല. അപ്പം അതേപോലെ നമ്മളായിട്ട് തന്നെ ഗുരുവായൂരപ്പനെ കണക്കാക്കൂ. എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം എന്നല്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഗൗരവക്കാരൻ തന്നെയാണ്. ഗൗരവം പിടിക്കേണ്ടോടത്ത് ഗൗരവം പിടിക്കുക തന്നെ ചെയ്യൂട്ടോ. അതെന്താണെന്നറിയോ, ഭഗവാൻ ഇപ്പോൾ വേറൊരാൾ നശിച്ചു പോവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അതിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ ഭഗവാൻ ശ്രദ്ധിക്കും. ഇനി അതിലേക്ക് നമ്മൾ ഭഗവാന്റെ വാക്ക് കേൾക്കാതെ തട്ടിക്കളഞ്ഞു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നറിയോ, ഭഗവാൻ ഒറ്റ വിടും. ആ വിടലോടുകൂടി നമ്മളങ്ങോട്ട് താഴ്ന്നു പോവും. അങ്ങനെ താഴ്ന്നു പോയാലും ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചു പോവില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാവാവുന്ന ദുർഘടങ്ങൾ മുഴുവൻ നമുക്കുണ്ടാവും. അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസാണ് ഭഗവാന്റെ ഭജനം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എങ്ങനെയും ഗുരുവായൂരപ്പനെ നമുക്ക് സമീപിക്കാം. നമുക്ക് വരുന്ന ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ ഇതെല്ലാം നമുക്ക് ഭഗവാൻ തരുന്നതൊന്നുമല്ല, നമ്മുടെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ നമ്മളുടെ അടുത്തൊരു കൂട്ടുകാരനായിട്ട് എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക നമ്മൾ. അതാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നാമജപത്തിലൂടെയോ ഭഗവാനോട് വെറുതെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുന്നതിലൂടെയോ ഒക്കെ അദ്ദേഹത്തിനെ കൂട്ടായിട്ട് കിട്ടും. ഇന്നൊരമ്മയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സവിതയുടെ വീഡിയോ ആ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട്, ഉണ്ണികൃഷ്ണ ഇത് സവിതയാണ് കേട്ടോ, ഈ കുട്ടി ഗുരുവായൂർ ഇരുന്നിട്ടാട്ടോ ഈ കഥ പറയണേ, നമുക്ക് കേട്ടാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അത്രേ കഥ കേൾക്കാറുള്ളത്. ഓരോ ഭാവങ്ങൾ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നുവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അത്രേ ആ അമ്മ. അപ്പോൾ ആ അമ്മയുടെ ഭക്തിഭാവം നോക്കൂ. ഇതേമാതിരി നമുക്കും സാധ്യമാവും. നമുക്കും കുറച്ചു നേരം ഇരുന്ന് ഉണ്ണികൃഷ്ണനോട് സംസാരിക്കാം, അതിനൊട്ടും പരിഭ്രമിക്കാനില്ല. അപ്പോൾ ഇത്രേ ആവശ്യമുള്ളൂ ഉണ്ണികൃഷ്ണന് കേട്ടോ. ഒരു റെക്കമെൻഡേഷൻ്റെയും ആവശ്യമില്ല. പ്രാർത്ഥനാ രീതിയൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കാത്തിരിക്കൂ, ഗുരുവായൂരപ്പൻ എന്തുകൊണ്ടും നല്ല എന്തോ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട് കേട്ടോ. ഇനിയും അനേകം ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരവുമായിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.